30 വർഷത്തിലൊരിക്കൽ ഗ്രഹങ്ങളിൽ രാജാവായ ശനി മീനം രാശിയിലൂടെ കടന്നുപോകും. അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന 30 വർഷങ്ങളിലേക്കുള്ള ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമിടും. ജ്യോതിഷവിധി പ്രകാരം മീനം രാശി കാലഹരണപ്പെട്ട ആശയങ്ങളുടെയും ജീവിത രീതികളുടെയും അന്ത്യം കുറിക്കുകയും ലോകത്തിന് മുൻപോട്ട് നയിക്കേണ്ട പുതിയ ആശയങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ടെക്നോളജിയുടെയും തുടക്കം മീനം രാശിയിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്യും. 1906, 1936, 1966, 1996, 2026 എന്നിങ്ങനെ 30 വർഷങ്ങളിൽ ഒരിക്കൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയം. ഈ വർഷങ്ങളിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് 2026 ഒരു മാറ്റത്തിന് ഒരുങ്ങിക്കൊള്ളാനാണ്. ദുഷിച്ചതും അഴിമതിയിൽ മുങ്ങിയതുമായ ഭരണകൂടങ്ങളെ ശനീശ്വരൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും പുതിയ രാജാവിൻ്റെയോ പുതിയ ഭരണ സംവിധാനത്തിൻ്റെയോ ആരംഭം ഇവിടെ വെച്ച് കുറിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. മനുഷ്യരെ പുതിയ ലോകക്രമത്തിനോടൊപ്പം എത്തിക്കുന്നതിനുള്ള സുവർണ നിയമങ്ങളും ആധുനിക ടെക്നോളജിയും ചരിത്രത്തിൽ തുടങ്ങിയിട്ടുള്ളതും മീനം രാശിയിൽ ശനി പകർന്നപ്പോഴാണ്. ശനിയുടെ മീനം രാശിയിലെ സഞ്ചാരം ഇപ്പോൾ തുടങ്ങിയത് മാർച്ച് 2025-നാണ്. അത് 2027 ജൂൺ മാസം വരെ മീനം രാശിയിൽ തുടരുകയും ചെയ്യും. ഇതിനു മുൻപ് ശനിഗ്രഹം മീനം രാശിയിൽ വന്നത് 1935 മുതൽ 1937 വരെ, 1964 മുതൽ 1967 വരെ, 1993 മുതൽ 1996 വരെ. ഈ കാലയളവിൽ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങളും സാങ്കേതിക വളർച്ചയും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് വിശദമായി നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ 1966 ഇന്ദിരായുഗം ആരംഭിക്കുന്നത്. ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടപ്പോൾ സീനിയർ നേതാക്കളെ മാറ്റി നിർത്തി ശ്രീമതി ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തുകയും കരുത്തുറ്റ ഭാരതത്തിൻ്റെ തുടക്കം കുറിക്കുകയുമുണ്ടായി. കേരളത്തിൽ EMSൻ്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ മുന്നണിയായ സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തുന്നതിനുള്ള സംവിധാനം രൂപപ്പെട്ടതും ചരിത്രപ്രസിദ്ധമായ സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചതുമായ ഭൂപരിഷ്കരണ നിയമമുണ്ടായതും മീനശനി യോഗത്തിൽ തന്നെ. 1966 വിയറ്റ്നാം യുദ്ധം അവസാനിച്ചു. 1966 ഇന്ത്യ തുമ്പയിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടത്തിയത്. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ശനി മീനം രാശിയിലെത്തിയപ്പോൾ BJP എന്ന പുതിയ രാഷ്ട്രീയ സംഘടന ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിലെത്തി. ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയിൽ 13 ദിവസത്തെ പ്രധാനമന്ത്രിയാകുകയും അത് പിന്നീട് 13 മാസത്തെയും 13 വർഷവും കഴിഞ്ഞുള്ള ഭരണത്തിലുമെത്തി. 1996 കേരളത്തിൽ സ്ഥിരതയില്ലാതിരുന്നതും അഴിമതി ആരോപണം നേരിട്ടതുമായ UDF സർക്കാരിനെ നീക്കം ചെയ്ത് LDF സർക്കാർ അധികാരം പിടിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ശ്രീ EK നയനാർ മുഖ്യമന്ത്രിയുമായി. അതായിരുന്നു ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ ഒരു ഇടതുപക്ഷ സർക്കാർ. 1996 ചരിത്രപ്രസിദ്ധമായ ചാരായ നിരോധന നിയമം കേരളത്തിലുണ്ടായത്. പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം അങ്ങനെയും സംഭവിച്ചു. 1996 കേരളം ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത്. ലോകത്തുമുണ്ടായി വലിയ മാറ്റങ്ങൾ. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി, വർണ്ണവിവേചനം ഇല്ലാതായി, ലോകം കച്ചവടത്തിൻ്റെ വാതായനം തുറന്നിട്ടു. ഓർമ്മിക്കുക, ശനിയുടെ കർശന നിയമങ്ങളെയും അതിർവരമ്പുകളെയും ഇല്ലാതാക്കുന്ന ഇടമാണ് മീനം രാശി. ഇൻ്റർനെറ്റ് ലോകം മുഴുവൻ വിലവരിച്ചത് 1996 മുതലാണ്. തെളിവുകൾക്കായി ഇനിയും പോകാം പുറകിലേക്ക്. 1906 ഭാരതത്തിൻ്റെ ഭരണം ബ്രിട്ടനിലായിരുന്നപ്പോൾ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി വിജയിച്ചു. അധികാരത്തിലുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടി തകർന്ന് തരിപ്പണമായി. 1906 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭാരതത്തിൽ രൂപം കൊണ്ടത്. 1936 ആയപ്പോൾ ഭാരതത്തിൻ്റെയും ചക്രവർത്തിയായിരുന്ന കിങ് എഡ്വേർഡിന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു. 2 തവണ വിവാഹമോചനം നേടിയ അമേരിക്കക്കാരിയെ വിവാഹം കഴിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും പാർലമെൻറ്റും കൊട്ടാരവും പള്ളിയും അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു
ധ്യാനത്യാഗം. 1936 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം. പുരോഗമനത്തിന് വിലങ്ങുതടിയായ ഒരു തടസ്സത്തിനെ ശനീശ്വരൻ ഇല്ലാതാക്കി. അടുത്ത 3 ദശകത്തിൻ്റെ നട്ടെല്ലായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതരിപ്പിക്കപ്പെട്ടു. 30 വർഷത്തിലേറെ പഴക്കം ചെന്ന ഇറാൻ ഭരണകൂടം നിലംപതിച്ചു. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടായ വെല്ലുവിളികളെ തുടക്കത്തിലെ നിർജീവമാക്കി. കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP നേടി. കേരളത്തിൽ ഉറപ്പായ ഭരണമാറ്റം. ശനീശ്വരന് പോലും ചെക്ക് വിളിച്ച മുന്നണിയുടെ തകർച്ച. കരുത്തനും അഴിമതിരഹിതനുമായ മുഖ്യമന്ത്രി. സമൂഹത്തിന് ഗുണമുള്ള ഒരു പുതിയ വാർത്താമാധ്യമ സംസ്കാരം രൂപപ്പെടണം. യൂണിഫോം സിവിൽ കോഡ് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കും. ഇന്ത്യ ലോകത്തിൻ്റെ ആത്മീയ നേതാവായി മാറും. ഡോളറിൻ്റെ കുത്തക ചോദ്യം ചെയ്യപ്പെടും. ബ്രിക്സ് കറൻസി നിലവിൽ വരും. സമൂഹത്തിനെ അടുത്ത ദശകത്തിലെ സാമൂഹികവും സാങ്കേതികവുമായ വിപ്ലവങ്ങളിലൂടെ കൂടുതൽ നവീകരിക്കാൻ ഈ പ്രപഞ്ചം തയ്യാറാണ്. മീനത്തിലെ ശനി ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്ന ചരിത്രം അതാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക, മാറ്റങ്ങൾക്ക് വഴി തുറക്കുക. ആർക്ക് തെറ്റിയാലും ശനിക്ക് തെറ്റില്ല.